നമസ്കാരം. തടൈ ന്യൂസിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ ഗുരുതര സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളുമായി ബി.ജെ.പി. നേതാവ് ഷോൺ ജോർജ്. പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരുന്ന കാലം മുതൽ തുടരുന്ന അഴിമതിയുടെ പണം വെളുപ്പിക്കാൻ വീണയുടെ കമ്പനികളെ ഉപയോഗിച്ചെന്നാണ് ഷോൺ ജോർജിന്റെ ആരോപണം. വിഷയം കേവലം സാമ്പത്തിക കുറ്റകൃത്യമല്ലെന്നും ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയൻ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കണമെന്ന് ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു. കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഔദ്യോഗികമായി പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടെന്നും അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പുറത്തുവന്ന പണമിടപാട് രേഖകൾ തന്റേതല്ലെന്ന് വ്യക്തമാക്കാൻ വീണ വിജയൻ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. കമ്പനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. അതേസമയം അന്വേഷണവുമായി തനിക്ക് നേരിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് ഷോൺ ജോർജ് വ്യക്തമാക്കി. ഇഡിയുമായി ഒരു ഘട്ടത്തിലും നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ലെന്നും മാധ്യമങ്ങളിലൂടെ മാത്രമാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് ഹവാല മാർഗം പണം കടത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ സാഹചര്യത്തിൽ CPM നേതൃത്വം പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു. മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കേന്ദ്രീകരിച്ച് വലിയ ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. എന്നാൽ നിലവിൽ നടക്കുന്നത് റിയാസിനെതിരായ റെയ്ഡല്ലെന്നും വീണ വിജയൻ നടത്തിയ സാമ്പത്തിക ഇടപാടുകളാണ് അന്വേഷണത്തിന്റെ പരിധിയിലുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു സേവനവും നൽകാതെ വീണയ്ക്ക് കോടികൾ ലഭിച്ചതുമായി ബന്ധപ്പെട്ട് നേരത്തെ സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതെന്നും ഷോൺ ജോർജ് പറഞ്ഞു. പുറത്തുവന്ന വിവരങ്ങൾ വലിയ വിഷയത്തിന്റെ ഒരു ഭാഗം മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.